നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമുക്ക് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടന്നു പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കറിയാം, നമുക്ക് രണ്ട് തരം മനസ്സാണ് നമ്മളെ പ്രധാനമായിട്ടും ഭരിക്കുന്നത്. ഒന്ന് നമ്മുടെ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. രണ്ടാമത് നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. നമുക്കറിയാം, കോൺഷ്യസ് മൈൻഡ് നമുക്കുള്ളത് നമ്മളെ ചിന്തിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും വരയ്ക്കാനും ഇമാജിൻ ചെയ്യാനും ഒക്കെയാണ് നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉള്ളത്. കാരണം കോൺഷ്യസ് മൈൻഡിലാണ് എല്ലാവിധ സ്ട്രെസ്സും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഈ കോൺഷ്യസ് ആയി നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു സ്ട്രെസ് മൂഡിലായിരിക്കും. അതിനെ മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതെപ്പോഴും സ്ട്രെസ്സായിരിക്കും. കാരണം ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും അദ്ദേഹത്തിന് വരുമല്ലോ. ഇപ്പം നമുക്ക് ഒരു കാര്യം മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് അവിടെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് നീക്കേണ്ടി വരും. ഇനി അവിടെ ഇരുന്നാൽ തന്നെ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരും. ഇതിനെ നമ്മൾ ഓവർകം ചെയ്ത് പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സന്തുഷ്ടി വരുന്നത്. അപ്പോൾ ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രധാനം. ഇപ്പോൾ നമ്മളൊരു റൊട്ടി കഷ്ണം കഴിച്ചു കഴിഞ്ഞാലും ഈ റൊട്ടി കഷ്ണത്തിൽ നിന്ന് അതിൽ കോശങ്ങൾ, അതോടൊപ്പം തന്നെ അതിന് വേണ്ട ബ്ലഡ്, നമ്മുടെ ശരീരത്തിന് വേണ്ട ബ്ലഡ്, മസിലുകൾ, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ അറിയാതെ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രത്യേകത എന്താ വെച്ചാൽ അത് 24 hours വർക്കാണ്. അതിന് ജോലി ചെയ്യുക എന്നുള്ളതാണ്. എന്താണോ നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ, നമ്മൾ അകത്തേക്കായിക്കോട്ടെ ചിന്തകളായിക്കോട്ടെ, എന്താണോ നമ്മൾ കൊടുക്കുന്ന ആക്ഷൻസ്, ഇതിനനുസരിച്ച് നിരന്തരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിരന്തരം ആക്ഷനിലൂടെ അത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയും നമുക്കത് എഫേർട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു കാർ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടായിരുന്നല്ലോ നമ്മൾ ആദ്യം ആ ഡ്രൈവിംഗ് ശീലിച്ചത്. കാരണം നമുക്കത് ബ്രേക്കാണോ ക്ലച്ചാണോ ആക്സിലേറ്റർ ആണോ എന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ താഴേക്ക് നോക്കും, കാരണം ഇത് മൂന്നും കൂടി എപ്പോഴാണ് ചവിട്ടുക എന്നറിയില്ല. പിന്നെ ഇടതുവശത്തേക്ക് നമ്മൾ ഗിയറിലേക്ക് നോക്കും, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറിലാണോ സെക്കൻഡ് ഗിയറിലാണോ എന്ന് നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ നമ്മൾ വളയം പിടിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഹമ്പ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് മറികടക്കുക, ഇതൊക്കെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്ട്രെസ്ഫുള്ളായിരുന്നു. പക്ഷെ അത് നിരന്തരം പ്രാക്ടീസ് ചെയ്തു. എനിക്കത് നേടിയെടുക്കണം, എനിക്കത് ലഭിച്ചേ തീരൂ എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായി നമ്മൾ അതിനൊരു പർട്ടിക്കുലർ സമയം കണ്ടെത്തി, നമ്മൾ അതിന് ഫീസ് കൊടുത്തു, നമ്മളെ എല്ലാം അതിനു വേണ്ടി മാറ്റിവെച്ച് കൺസിസ്റ്റൻ്റായി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചത്? നമുക്ക് അത് ഇന്ന് ഓട്ടോമാറ്റിക്കായി ചെയ്യാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഒറ്റ കൈ കൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സ്റ്റാറിങ്ങുമ്പോൾ കൈ വെക്കാതെ തന്നെ ചിലപ്പോൾ അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി നമുക്കത് അങ്ങനെ പോകും. അത് ഹമ്പ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചവിട്ടുന്നത്, ശരിക്കും നമ്മളത് കോൺഷ്യസ്ലി അല്ല അത് ശരിക്കും ചവിട്ടുന്നത്, നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ചവിട്ടുന്നു. ആക്സിലേറ്റർ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നു, വളവ് ഓട്ടോമാറ്റിക്കായിട്ട് വളഞ്ഞു പോകുന്നു. ഇതാണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യമുള്ളത് അത് നിരന്തരം നമ്മൾ കമാൻഡായിട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് നമ്മളുടെ ഹാബിച്വൽ പാറ്റേൺ ആയിട്ട് മാറുകയും നമുക്ക് അതിനെ ഒരു ഓട്ടോമാറ്റിക് മോഡിലേക്ക് കൊണ്ടുപോകാനും സാധിക്കാം. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള സംഗതി നമുക്ക് വരിക. നമ്മൾ നിരന്തരം ഒരു സ്ഥലത്തേക്ക് കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ നമുക്കൊരു ചായ കുടിക്കണ ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
നമുക്കൊരു ടോയ്ലറ്റിൽ പോണ ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സമയത്ത് എത്തുമ്പോൾ, ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഇത് ചെയ്യണം എന്ന് നമ്മൾ അകത്തുനിന്ന് വരികയും നമ്മൾ അങ്ങനെ അത് ഒരു സ്വഭാവമായിട്ട് മാറുകയും പിന്നെ നമുക്ക് അതെന്ത് ചെയ്യാം, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലാവുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് ബോധതലം ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത്. കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഞാൻ ബോധപൂർവം ഞാൻ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബോധം വർദ്ധിക്കുകയും അപ്പോൾ ഇത് എൻ്റെ പോസിറ്റീവായിട്ടുള്ളതാണെന്നും എൻ്റെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ളതാണെന്നും എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് നല്ല ഒരു ഹാബിച്വൽ പാറ്റേണായി നമുക്ക് എൻ്റെ ജീവിത വിജയത്തിലേക്ക് അത് ഉപകരിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഒരു പബ്ലിക് പ്രസൻറ്റേഷൻ ഞാൻ എടുത്തു പറയാൻ കാരണം ഇന്ന് പല മേഖലകളിലുള്ള ആളുകൾക്ക് ഇന്ന് നമ്മളുടെ ഒരു പബ്ലിക് പ്രസൻറ്റേഷൻ്റെ അവസരങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും തൻ്റെ ഒരു ആവശ്യം താൻ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ തൻ്റെ ക്യാമറ ഓണാക്കി അത് മറ്റ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഞാൻ പറയേണ്ട ആശയങ്ങൾ എത്തിക്കാൻ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമ്മുടെ കയ്യിലുള്ള ഒക്കെ ആൻഡ്രോയിഡ് ഫോൺ, ജസ്റ്റ് എൻ്റെ ക്യാമറ ഒന്ന് ഓണാക്കി വീഡിയോ മോഡിലാക്കി ഒന്ന് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. കാരണം ഞാൻ ഇരുന്നു കൊണ്ട് ചിന്തിച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾ എന്താണ് ഇത് വിചാരിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും ഞാനത് പെർഫെക്ഷനിലേക്ക് പോകും, ശരിയാവോ എന്നുള്ള ഭയം വരും. അപ്പോൾ എനിക്ക് എൻ്റെ വാക്കുകൾ വരില്ല, ഞാൻ അവിടെ കിടന്ന് പതറും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിരന്തരം പ്രവർത്തിക്കുക എന്നുള്ളത്. നിരന്തരം ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, അതൊരു ഹാബിറ്റായിട്ട് വരും. പിന്നെ ആരിത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇതിനകത്ത് വല്ല ഫാൾട്ടുണ്ടോ ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും, അത് വിട്ടുകൊണ്ടേയിരിക്കും. ആദ്യ ആ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര റീച്ചോ അല്ലെങ്കിൽ വേണ്ടത്ര നല്ല അഭിപ്രായങ്ങളോ കിട്ടിയൊന്നും വരില്ല. പക്ഷേ നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനെയും പോസിറ്റീവായി കാണാനും ആ ലഭിക്കുന്ന ഓരോന്നിനെയും അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഗ്രാജ്വലി നമുക്ക് പതുക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആവശ്യമുള്ള ഒരു വസ്തുവിനെയും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറക്കി എനിക്കത് എഫേർട്ടായിട്ട് സാധിക്കാൻ കഴിയും. വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണോ ഓരോരുത്തർക്കും വേണ്ടത് അതിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ബോധപൂർവം റിപ്പീറ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഇതിനെ എനിക്ക് സമയം കണ്ടെത്തി എൻ്റെ ബോധ ലെവൽ വളർത്തി ആ ഒരു ലെവലിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ത് കഴിഞ്ഞാൽ നമ്മളുടെ സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമ്പത്തിനെയും വേറെ ആളുകൾ അപഹരിച്ചു പോകും. നമ്മൾ പല ട്രാപ്പിലും പെട്ടുപോകും. അല്ലെങ്കിൽ എൻ്റെ മഹത്തായിട്ടുള്ള സ്വപ്നങ്ങൾ പൂവണിയാൻ സാധിക്കില്ല. മറ്റുള്ളവരെ ആജ്ഞാനുവർത്തിയായിട്ട് ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. അവർക്കൊരു അടിമയായിട്ട് നിൽക്കേണ്ടി വരും. കാരണം എനിക്ക് ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യമോ അറിയാതെ ഞാൻ ഒരാൾക്ക് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്നെ ഉപകരിക്കും. പക്ഷെ എനിക്ക് ലഭിക്കേണ്ട പല നല്ല കാര്യങ്ങളും എനിക്ക് ഉപകരിക്കാൻ പറ്റാതെ എൻ്റെ ജീവിതം ഒരു കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഒരു സ്റ്റക്ക് അവസ്ഥയിലേക്കും അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് അതിൻ്റെ ജീവിത പർപ്പസ് മനസ്സിലാക്കാതെ ഞാൻ ഒരു ന്യൂറോട്ടിക് പേഴ്സണായിട്ട് മാറി എൻ്റെ ജീവിതത്തെ എനിക്ക് ഒരു ഹാപ്പിനെസ് ലഭിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും പോവേണ്ടി വരും. അപ്പോൾ ബോധപൂർവം നമ്മൾ ഇത്രയും പ്രവൃത്തികൾ എനിക്ക് ആവശ്യമുള്ള സംഗതികളെ ബോധപൂർവം നോക്കിക്കാണുകയും അതിനെ എൻ്റെ ഉള്ളിലേക്കെടുത്ത് ഞാൻ അതിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറക്കി ഞാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു എയിം സെറ്റ് ചെയ്യാനും അതിൽ പെർഫോം ചെയ്യാനും അതിൽ വിജയം കൈവരിക്കാനും സാധിക്കും. ഓക്കെ.